എഞ്ചിനീയർ സാറേ, ഇത് ഞാന് ലൈൻമാൻ KT കുറുപ്പ്. ഇത് മദ്യ, വിദേശ മദ്യ. അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു. ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അവളോട് പറഞ്ഞു, ആ പണി നീ നിന്റെ തന്തയോട് പറഞ്ഞാൽ മതി. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി പോലീസിന് വിളിച്ചവനെ പുറത്താക്കും. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? താനെ ചീഫ് എഞ്ചിനീയർ അല്ല, ചീഫ് എഞ്ചിനീയർ. ചീപ്പ് ചീപ്പ് എന്ന് പറഞ്ഞ അൽപ്പൻ. ആ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യണ്ടല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, മരണായിരിക്കും. ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണർ സേതുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ. വരാൻ പറയും. ഓ, ശരി ശരി. തന്റെ കാര്യം നടക്കില്ല. അയ്യോ, വന്നു കയറിയോണ്ട് അങ്ങനെ പറയരുത് സാർ. ഇന്നെന്റെ പിറന്നാളാണ്. അതുകൊണ്ട് അല്പമെങ്കിലും പോസിറ്റീവായ ഒരു ആൻസർ സാറിന്ന് പറയണമെന്ന് അപേക്ഷയുണ്ട്. എടോ, നിയറസ്റ്റ് ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി 20 kV ആണ്. 30 HP അല്ലേ എനിക്ക് ആവശ്യം. നടപ്പില്ല. പുതിയ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. അപ്പോ ഞാൻ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമറിന് കാശ് മുടക്കണം? വേണം. 1 ലക്ഷം രൂപയെങ്കിലും ചെലവാവും. എന്റെ ഭഗവതി. എങ്കിൽ ചെല്ലേ, പണം ശരിയാകുമ്പോ വാ. ഇല്ല സാർ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. എടോ, താൻ ഈ ഓഫീസിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ തന്റെ കാര്യമല്ലാതെ ഞങ്ങളുടെ കാര്യം വല്ലതും താൻ അന്വേഷിച്ചു? മനസ്സിലായില്ല. മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാ താൻ. എടോ, ഒരു പാലം പണിതാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം. അതിനിവിടെ പാലമൊന്നും കാണാനില്ലല്ലോ സാർ. 1 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ താൻ ഞെട്ടി. എന്നാ ഞെട്ടാത്ത 1 ലക്ഷത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ. അതേത് ലക്ഷ സാർ? ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്. 1 ലക്ഷത്തിന്റെ പോളിസി. താൻ ചത്ത ഡിവിഡൻഡും ബോണസും എല്ലാം ചേർത്ത് 1,75,000 രൂപ തന്റെ കുടുംബത്തിന് കിട്ടും. എന്റെ ഭാര്യയ്ക്ക് LICയുടെ ഏജൻസി ഉണ്ട്. താൻ 1 ലക്ഷത്തിന്റെ പോളിസി എടുത്തേക്ക്. ട്രാൻസ്ഫോർമറിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കാം. പോളിസിയും പ്രീമിയം എല്ലാം 10,000ത്തിന്റെ പോളിസി എടുക്കാം സാർ. ഇറങ്ങി പോടും. ഒരുമാതിരി ഊപ്പ വ്യവസായി. 1 ലക്ഷത്തിന്റെ കാര്യം ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി. എന്താ എടുക്കാം സാർ. ഇന്നലെ വന്നിട്ട് ഇതുവരെ പോയില്ലേ? ഇല്ല, പോയില്ല. ഇവിടെ കിടന്നു. എന്റെ അമ്മായിയമ്മയുടെ വീടാണല്ലോ ഇത്. എന്തായി? ചത്താൽ 1.25 ലക്ഷം രൂപ കിട്ടും. ആര് ചത്താൽ? ഞാൻ ചത്താൽ ഇൻഷുറൻസിന്റെ പോളിസി എടുത്താലേ ട്രാൻസ്ഫോമറിന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ടാണ്. അതുകൊള്ളാം. അപ്പൊ പോളിസി എടുത്തിട്ട് മുതലാളി ആത്മഹത്യ ചെയ്താൽ മതി. ദുർമരണത്തിന് കാശ് കിട്ടത്തില്ല. അല്ലെങ്കിൽ നിന്റെ പേര് പോളിസി എടുത്തിട്ട് നിന്നെ തല്ലിക്കൊന്നാലൊന്നും സത്യമായിട്ട് ഞാൻ ആലോചിച്ചാ. നാളെ പ്രീമിയം അടയ്ക്കണം. ഇതിന്റെ ഇടയിൽ അതിന് കാശ് എവിടെ? നീ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വാ. എവിടെയെങ്കിലും കാണും. വന്നല്ലേ? വിട് വിട്. ഇത് അമ്മയ്ക്ക് ബലരാമൻ ചേട്ടൻ ബോംബെ നയിച്ച കത്താ. അപ്പൊ എനിക്കോ? നിനക്കില്ല. നാളെ മുതൽ നിന്റെ കത്തും അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിൽക്കാനേ വേറെ ആളെ അന്വേഷിക്കണം. കുതിരയ്ക്ക് കൊമ്പ് മുളയ്ക്കുമ്പോഴാവും നിന്റെ സേതുവായിട്ട് നിനക്ക് കത്തയക്കുന്നത്. നീ ശരിക്കും നോക്കിയോ ശ്യാമേ? ആഴ്ചയിൽ 2-3 കത്ത് വീതം നീ അങ്ങോട്ട് കാച്ചി വിടുന്നുണ്ടല്ലോ. പക്ഷെ അയാളോ നിനക്കൊരു കത്തയച്ചിട്ട് മാസം 3 ആയില്ലേ? കാര്യമായിട്ട് എന്തെങ്കിലും തിരക്കിപ്പെട്ടതാവും. അല്ലെങ്കിൽ എഴുതിയനെ. എന്റെ സംശയം അയാള് നിന്നെ വിട്ട് ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പരിഷ്കാരി പെണ്ണുമായി പ്രേമം തുടങ്ങി കാണുമെന്നാ. നിന്നെ തഴഞ്ഞതാ. പിന്നെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ ഞങ്ങളുടെ സ്നേഹം. സേതുട്ടന്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ലോകത്ത് സേതുട്ടൻ മാത്രം. നിന്റെ ഈ വെട്ടിത്തരം കേൾക്കാൻ ഞാനില്ല. അമ്മ തിരക്കുന്നുണ്ടാവും. വൈകുന്നേരം കാണാം. ശ്യാമേ, എന്തായടാ അതിന്റെ കാര്യങ്ങളൊക്കെ? കരികാരം തീരുന്നതിന് മുമ്പെങ്കിലും നിന്റെ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുമോ? ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല അച്ഛാ. വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ. അതെല്ലാം മുടക്കുമെന്ന് കുറെ ഉദ്യോഗസ്ഥന്മാർ. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. 16,000 അത് പോയി. ഇനി 7,312. കുഞ്ഞെ,
രൂപ ഉണ്ടെങ്കിൽ ഒരു 10 രൂപ അതാവുഞ്ഞേ. 1-ാം തീയതി ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല പൊന്നമ്മച്ചി. നാളെ മറ്റന്നാളെ തരാം. ഇന്നെന്താ പോവാൻ താമസിച്ചേ? കൂട്ടുകുടുംബത്തിൽ കിടന്ന് പണിയെടുത്താ നേരത്തിനും കാലത്തിനും വീട്ടിൽ പോകാൻ ഒക്കുവോ? അതും പോയി. എന്റെ ഭഗവാനെ. 7300. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദേ അച്ഛൻ വന്നു. അമ്മേ ദേ അച്ഛൻ വന്നു. വാഴപ്പഴം വാങ്ങിച്ചു. എല്ലാ വാഴയ്ക്കും വാങ്ങിച്ചു. നീ ഇങ്ങനെ വിളിച്ചു പോവാതെ വായം പൊളിച്ചെല്ലാം ഇനി പോരും. അച്ഛ അലുവ കൊണ്ടുവന്നോ? ഓ എന്നാ നിങ്ങൾ ഇങ്ങനെ സ്വീറ്റ് കൊടുത്തു കൊടുത്ത ചെറുക്കൻ ഇങ്ങനെ വീപ്പക്കുറ്റി പോലെ ആയത്. ചിറ്റപ്പ എനിക്ക് അലുവ. പോടാ മോൻ അകത്തോണ്ട് വെച്ച് തിന്നെ ഇല്ലേ കൊതി കിട്ടും. അമ്മേ അമ്മേ. ആ മോൻ എന്താ വേണ്ടേ? കഞ്ഞിയോ ചോറോ? എനിക്ക് അലുവ മതി. അലുവേ? ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ പൂതി? അപ്പത്തെ ചിറ്റമ്മ കൊണ്ടുവന്നല്ലോ. ചോദിച്ചപ്പോ പോടാൻ പറഞ്ഞു. എനിക്ക് അലുവ വേണം. സേതു നീ ഇത് കണ്ടോ? ഏത്? കുട്ടികളെ അതും ഇതും കാണിച്ച് വെറുതെ കൊതിപ്പിക്കുക. എനിക്ക് അലുവ വേണം. ഒന്നിൽ ഇതൊന്നും മേടിച്ചോണ്ട് വരാതിരിക്കുക, അല്ലെ ഇവർക്കൂടെ കുറച്ച് കൊടുക്കുക. കുട്ടികളല്ലേ, ഞാൻ ഈ രാത്രി എവിടെ പോയി അലുവ ഉണ്ടാക്കാനാ? എനിക്ക് അലുവ വേണം. മോനെ ചെറിയ അലുവ പോലത്തെ ഒരു സാധനം തന്നാ മതിയോ? അടുക്കളയെ കൊണ്ടുപോയി ചേച്ചി ഇവന്റെ വായി കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. സേതു നിനക്ക് നിന്റെ ചേട്ടന്റെ കുട്ടികളെ ഇഷ്ടമല്ലാണ്ടായോ? എന്റെ പൊന്നു ചേച്ചി ഞാൻ ചെറിയ ചോറ് കോമഡി പറഞ്ഞു. അതെ ദേ ഇവിടെ നോക്കിയാൽ ശരിയാവില്ല. ഞാൻ അപ്പുറത്തോട്ടെങ്ങാനും പോവാ. അപ്പൂപ്പ അലുവ. അപ്പൂപ്പ പിള്ളേരിച്ചിരി കഞ്ഞി കുടിക്കാനും സമയം. എന്താടി ഇവിടെ വെട്ടോ വെളിച്ചൊന്നുമില്ലേ? എല്ലാവരും ചത്ത. തണ്ണിവണ്ടി എത്തിയോ? തണ്ണിവണ്ടി നിന്റെ തന്ത. എന്റെ പിള്ളേരെ എവിടെ ഉറങ്ങിയ? വയറ് നിറച്ച അലുവ കഴിച്ച ക്ഷീണം കൊണ്ടേ കുട്ടികൾ ഉറങ്ങിപ്പോയി. നീ എന്താണ് അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കണേ? നീയും കണ്ടുപിടിച്ചോണ്ട. അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ. എങ്ങനെ പറയാതിരിക്കും? കുട്ടികൾ ഒരു രേഷൻ അലുവ ചോദിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തു പറഞ്ഞു? ചെന്ന് ചോദിച്ചു നോക്ക്. നിന്നെ കയ്യില് കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ടേ ഒന്നുമില്ല. നമ്മുടെ ഭർത്താവായാള് ഇവനിവിടെ എന്താ കാര്യം? പെങ്ങളെ കെട്ടിയിട്ടുണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുക. അലുവും ലഡുവും ഒക്കെ കള്ള മുമ്പിൽ വെച്ചിട്ടല്ലേ തിന്നേണ്ടത്. ഞാൻ പോവാന്ന് നീ വിട്. കൊല്ലും ഞാൻ പെരടക്കം ചെയ്തേക്കും ഞാൻ. മമ്മി അളിയാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല അളിയൻ ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ അൽവ വാങ്ങിച്ചോട്ട് വരരുത്. ഈ വഴിയൊക്കെ ഓർമ്മയുണ്ട? ആരോ വാതിലിൽ തട്ടുന്നു, ചെന്ന് നോക്കി. ചേച്ചി പോയേ, എനിക്ക് അടുപ്പിൽ തീ കൂട്ടണം. എന്റെ കൈ കണ്ടില്ലേ നീ? ചെന്ന് നോക്കടി. ചേച്ചി സേതോട്ടൻ. എന്റെ ഈശ്വരാ. ഇത്തവണത്തെ കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തരക്കേടില്ലെന്ന് വലിയേട്ടൻ പറയുന്ന കേട്ടു. എത്ര പറയിട്ടു? ആ കണക്കൊന്നും എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ രാസവളത്തിനൊക്കെ എന്താ വില അല്ലേ? ഏട്ടനും എടുത്തി മോനെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കാം. ഇന്ന് പേരൻസ് ഡേയാ. അത് ശരി, കഷ്ടമായിപ്പോയല്ലേ. ഇവിടുത്തെ സിന്ധി പശുവിന് ഇപ്പൊ എത്ര ലിറ്റർ പാല് കിട്ടും? അത് ചത്തിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ. ഓ, 1 വർഷം മുമ്പ് പശു ചത്തുപോയതല്ലേ? ഡി നീ ചെന്ന് ചായക്ക് ഇത്തിരി വെള്ളം വെച്ചേ. വേണ്ട, ചായ വേണ്ട. വേണം, ചായ വേണം. ചെല്ലേ. അവളോട് കൃഷിയെ പറ്റിയും പശുവിനെ പറ്റിയും സംസാരിക്കാനാണോ സേതോട്ടം വന്നേ? അല്ല, അവള് തെറ്റിദ്ധരിച്ചാലോ? അവക്കെല്ലാം അറിയാം. ഓ,
ഞാൻ എത്ര കത്തുകൾ അയച്ചു, ഒരു മറുപടിയെങ്കിലും. അതല്ലേ ഞാൻ നേരിട്ട് വന്നത്. 6 മാസത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും സേതുവേട്ടന് അറിയാലോ. ഇന്ന് വരും നാളെ വരുമെന്നും പ്രതീക്ഷിച്ച് ഞാൻ തളർന്നു. നേരാമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി. ഉറക്കം പോലുമില്ല. ഇങ്ങനെയാണേലും ഞാൻ ഇനി അധികം നാൾ ജീവിക്കില്ല സേതുവേട്ട. ഈ കരച്ചില് കാണാനാണോ സുലു ഞാൻ ഇവിടം വരെ വന്നത്? ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ലേലും സേതുവേട്ടനെ എന്നും കാണാനെങ്കിലും കഴിഞ്ഞിരുന്നു. ഞാൻ ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ തിരക്കിൽ. മതി, കുറെ നാളായി ഇത് കേൾക്കുന്നു. ഇപ്പൊ എല്ലാം ശരിയായി. പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പമാണെന്നറിയാം. സർക്കാരാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനവും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടങ്ങ് പോവും, പിന്നെ ആളിനെ കാണുകയില്ല. ഇനി അങ്ങനെ ഒന്നാവില്ല. മോഹം ഒന്ന് പ്രശ്നമാക്കി. ഞാൻ നോക്കട്ടെ. ആരാടി പശുവിനെ അഴിച്ചു വിട്ടത്? അകത്ത് ഭയങ്കര എലിശല്യം. കൊയ്ത്ത് കഴിഞ്ഞോണ്ടാവും. ഞാനതിനെ തല്ലി. സേതു എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 5 സെക്കൻഡ് ആവും. വിളവ് എങ്ങനെയുണ്ട് ചേട്ടാ? വിളവ് ഇച്ചിരി കൂടുതലാ. വാ വാ. ഞാൻ എന്റെ കത്ത് കിട്ടിയില്ലേ? എന്താ അതിന്റെ ഉദ്ദേശം? നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് എന്നങ്ങേര് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട്. സുലുവിന് വയസ്സ് ഏറി വരികയാണ്. നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങേര് പറയുക, നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാലം കുറെ ആയാലൂടാ, ഇതുവരൊന്നും ഉണ്ടാക്കി തീർന്നില്ലേ? കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞിങ്ങനെ നിർത്തിക്കൊണ്ടു പോവാനാവില്ല. എന്റെ സ്വന്തം കാലിലൊന്ന് നിന്നിട്ട്. അപ്പൊ ഈ രണ്ടും നിന്റെ കാലല്ലേ? അങ്ങനല്ല. നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം, എനിക്ക് രണ്ടിലൊന്നറിയണം. ഈ പെങ്കൊച്ചിനെ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ, അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശൃംഗരിച്ചേച്ചു പോകാനാണോ ഉദ്ദേശം? ചേട്ടാ, എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടിത്തുടങ്ങണം. ആശയുടെ കല്യാണം ഒന്ന് കഴിയണം. അത് കഴിയുമ്പോ നീ പറയും നിന്റെ തന്തയുടെ 16 അടിയന്തരം കഴിയട്ടെ എന്ന്. ചേട്ടാ, ഞാൻ പറയുന്നത് എന്റെ പ്രശ്നങ്ങളാ. നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 30 വർഷമെങ്കിലും ആവുമെന്നാ. അപ്പൊ പിന്നെ എന്റെ പ്രേതം വരും നിന്റെ കല്യാണം നടത്താൻ. ചേട്ടാ, കാര്യം പറയുമ്പോ തമാശയായിട്ട് കണ്ടരുത്. നീ ആരെയാടാ കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത്? തന്തയുടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത്? ഡാർച്ചായണി ബിസ്ക്കറ്റ്. ലോകത്ത് ആരെങ്കിലും ബിസ്ക്കറ്റിന് ഡാർച്ചായണി എന്ന് പേരിടുകൂടാ. നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കുണം പഠിക്കരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട. എങ്ങനെ എന്റെ വീട്ടിൽ കയറുമെന്ന് എന്നെ വിരട്ടുന്നു? ഇറങ്ങടാ ഇവിടുന്ന്. നിന്നെപ്പോലെ നട്ടിലില്ലാത്ത ഒരുത്തിനെ എന്റെ പെങ്ങക്ക് വേണ്ടടാ. കയറി പൊടിയകത്ത് ഒന്നുകളേക്ക് എല്ലാത്തിനെയും. എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടുകൂടി അവിടെ വരുന്നതെന്ന്. മേലിൽ നാട്ടിക്കാലി കുത്തിപ്പോരുത്. നാടേ നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. അല്ല, പക്ഷെ ഈ വീട് എന്റെ കുടുംബ സ്വത്താ. ഇനി ഇതിനകത്ത് കയറിയാൽ നിന്റെ കാലിയെ തല്ലി ഓടിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ഒച്ച വയ്ക്കുന്നേ? മിണ്ടിപ്പോവരുത്. എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടുമോ ഞാൻ നോക്കട്ടെ. കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഒന്ന് കുഴിച്ചു മൂടിഞ്ഞ എല്ലാത്തിനെയും അകത്ത് കയറി പോടി.